السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أما بعد. ദമാം SKIC-യുടെ പ്രഭാത സമ്മാനം ഒരു തുള്ളി വെളിച്ചം എന്ന ഈ വാട്സപ്പ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസിന്റെ ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ സത്യസന്ധതയെ നിർബന്ധമാക്കുക. തീർച്ചയായും സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും. ഒരു വ്യക്തി സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും സത്യസന്ധത പതിവാക്കുകയും ചെയ്യും. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ അടുത്ത് സത്യസന്ധനായി അല്ലെങ്കിൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. അതുപോലെ നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. നിശ്ചയം കളവ് തിന്മയിലേക്കും തിന്മ നരകത്തിലേക്കും നയിക്കുന്നു. ഒരു വ്യക്തി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയും കളവ് പതിവാക്കുകയും ചെയ്യും. അങ്ങനെ അവൻ അല്ലാഹുവിന്റെ അടുത്ത് നുണ പറയുന്നവനായി അല്ലെങ്കിൽ കസ്സാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സഹോദരങ്ങളെ, നാവ് സർവ്വ തിന്മകളുടെയും താക്കോലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവയവങ്ങളിൽ തന്നെ ഏറ്റവും പേടിക്കേണ്ട അവയവവും നാവ് തന്നെയാണ്. ഭക്ഷണപാനീയങ്ങളിലെ കയ്പും മധുരവും ഒരുപോലെ തിരിച്ചറിയാൻ നാവിനാൽ സാധിക്കുമെന്നതുപോലെ തന്നെ നന്മയും തിന്മയും ഒരുപോലെ നിർഗളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നിന്റെ ലോകം സത്യത്തിന് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അതിമഹത്തായ അടയാളമായി ഗണിക്കപ്പെടുന്ന ഒന്നാണ് സത്യം പറയുക എന്നത്. അതവനെ അത്യുത്കൃഷ്ടനാക്കുന്നു. നൈമിഷികമായ കാര്യലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കേവലമായ ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ കള്ളത്തരങ്ങൾ ഇടമുറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. കാരണം അത് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുമെന്നാണ് ഈ ഹദീസ് ഓർമ്മിപ്പിക്കുന്നത്. വ്യാജസാക്ഷ്യത്തിന്റെയും വ്യാജമൊഴികളുടെയും ലോകത്ത് സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ശത്രുക്കളാൽ പോലും അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുത്തുനബിയുടെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞ നാം ഓരോരുത്തരും ആദ്യമെടുക്കുകയും ആ പ്രതിജ്ഞയിലൂടെ മറ്റുള്ളവർക്ക് കൂടി ഈ അതിമഹത്തായ ആശയം കൈമാറുകയും നമ്മുടെ കൂടപ്പിറപ്പുകളെ സ്വർഗത്തിലും കൂടപ്പിറപ്പുകളായി കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും സ്വർഗാവകാശികളാവണമെന്നത് കൊണ്ട് തന്നെ ഈ ഹദീസ് മുറുകെ പിടിച്ച് കളവ് പറയുകയില്ല എന്നും സത്യം മാത്രമേ ഞാൻ ജീവിതത്തിന്റെ ഭാഗമായി എടുക്കുകയുള്ളൂ എന്നും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഈ ഹദീസ് നമുക്ക് പാഠമാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.